ഫെബ്രുവരി 28 ഉച്ചയ്ക്ക് ആദ്യത്തെ ഈ ആർട്ട് ഓഫ് വാറിന്റെ അകത്ത് ആ ബോംബ് വന്ന് വീണത് എങ്ങനെയാണ്? നമുക്കൊരു ഡിമാൻഡ് അൺസർട്ടനിറ്റി ഉണ്ട്. യുദ്ധസമയത്ത് ആ മിസൈൽ വന്ന് പതിച്ചത് നമുക്ക് ക്യാഷ് ഫ്ലോയുടെ പ്രഷർ വന്നിട്ടുണ്ട്. അത് ഓരോ ബിസിനസ്സുകാരൻ്റെയും സ്വപ്നങ്ങളിലേക്കായിരുന്നു, അവൻ്റെ പ്രതീക്ഷകളിലേക്കായിരുന്നു. ദിസ് ഈസ് എ വാർ എക്കണോമിക്സ്. അവസരങ്ങളുടെ പിന്നാലെ പോയിട്ട് കാര്യമില്ല. ആദ്യം വേണ്ടത് ജീവൻ നിലനിർത്തുക. നാട്ടിൽ ബിസിനസ് ചെയ്യുന്നവർ വിചാരിക്കും ഇതൊന്നും ഞങ്ങളെ ബാധിക്കത്തില്ല എന്ന്. ബിസിനസ് ഓണർ ടു കമാൻഡ്. നിങ്ങൾ വേറൊരു യുദ്ധത്തിലാണല്ലോ അല്ലെ. ദിസ് ഈസ് എ റിയൽ ടെസ്റ്റ് ഓഫ് യുവർ പ്രീവിയസ് പ്രിപ്പറേഷൻ. വെൻ ദർ ഈസ് വാർ, only leaders survive. Yes, this is the time for us to get prepared to bounce back. നോമ്പൊക്കെ കഴിഞ്ഞു. നോമ്പ് തുടങ്ങിയ സമയത്തെ സാഹചര്യമല്ല നോമ്പ് അവസാനിച്ചപ്പോൾ ലോകം മൊത്തം. അപ്പോ ഫെബ്രുവരി 28 ഉച്ചയ്ക്ക് ആദ്യത്തെ ആ ബോംബ് വന്ന് വീണത്, ആ മിസൈൽ വന്ന് പതിച്ചത്, അത് ഓരോ ബിസിനസ്സുകാരൻ്റെയും സ്വപ്നങ്ങളിലേക്കായിരുന്നു, അവൻ്റെ പ്രതീക്ഷകളിലേക്കായിരുന്നു, അവൻ്റെ സിസ്റ്റത്തിലേക്കായിരുന്നു. അത് ഇല്ല, കോവിഡിന്റെ കാര്യം പറഞ്ഞ പോലെ നമ്മൾ അത്ര സീരിയസ് ആയിട്ട് അതിനെ എടുത്തില്ലായിരുന്നു. അത് ഇതൊക്കെ അങ്ങ് മാറും, 2 ദിവസം കൊണ്ട് മാറും എന്ന് കരുതി, 2 ആഴ്ച കൊണ്ട് മാറും എന്ന് കരുതി. ഇപ്പോ 1 മാസമാകാൻ പോകും. ഫെബ്രുവരി 28 തുടങ്ങിയത് ഇപ്പൊ മാർച്ച് 28 ആകാറാകുന്നു. സോ ഇപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു 3 കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, സ്റ്റെപ്പ് നമ്പർ 1 ഈസ് ടു സർവൈവ്. ആദ്യം ഒരു സർവൈവൽ സ്റ്റേജ് ആണ്. ആ സർവൈവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ശ്വാസം കിട്ടുന്നില്ല, ഓക്കെ, നമുക്ക് എന്തെങ്കിലും ഒരു പാനിക് അറ്റാക്ക് ഉണ്ടായി, പെട്ടെന്നായിരുന്നു. ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് ഒന്ന് സർവൈവ് ചെയ്യുക എന്നുള്ളതാണ്, ജീവൻ നിലനിർത്തുക എന്നുള്ളതാണ്. ഇത് ഈ കഴിഞ്ഞ 1 മാസം കൊണ്ട് നമ്മൾ പഠിച്ചു. എങ്ങനെ ഈ പുതിയ സാഹചര്യത്തിൽ എങ്ങനെ ജീവിക്കണം എന്ന് എല്ലാവരും പഠിച്ചു. അപ്പം ഇവിടെ ഇരിക്കുന്ന നാട്ടിൽ ബിസിനസ് ചെയ്യുന്നവർ വിചാരിക്കും ഇതൊന്നും ഞങ്ങളെ ബാധിക്കത്തില്ല എന്ന്. നിങ്ങൾ വേറൊരു യുദ്ധത്തിലാണല്ലോ അല്ലെ, എലക്ഷൻ എന്ന് പറയുന്ന യുദ്ധം. അതൊന്നും നമ്മളെ നേരിട്ട് ബാധിക്കുന്ന കാര്യമല്ല. പക്ഷെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോന്നും നിങ്ങളെ നേരിട്ട് ബാധിക്കാൻ പോവുകയാണ്. ഓക്കെ, സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ സർവൈവ് ചെയ്യുന്നു, നമ്മളും നമ്മുടെ ബിസിനസ്സും സർവൈവ് ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തണം. ജീവനോടെ ഇരിപ്പുണ്ട് എന്നുള്ളതാണ് ആദ്യം ഉറപ്പുവരുത്തേണ്ടത്. ഓക്കെ, അത് ഇറ്റ്സ് സ്റ്റിൽ റെലവെന്റ്, ഇറ്റ്സ് സ്റ്റിൽ ലൈവ്. വൺസ് അത് സർവൈവൽ മൂഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. സ്റ്റെബിലിറ്റി കൊണ്ടുവരിക, ഒന്ന് വീണ്ടും പഴയ മോഡിലേക്ക് കാര്യങ്ങളെ തിരിച്ച് പതുക്കെ സ്റ്റേബിൾ ആക്കി കൊണ്ടുവരും. അപ്പം ഭയങ്കര ഫ്ലക്ച്വേഷൻ വരുന്നു, അതിനെ ഒന്ന് സ്റ്റേബിൾ ആക്കി കൊണ്ടുവരുന്നു. 3ാമത്തെ സ്റ്റേജിൽ, ഇൻ എവറി ക്രൈസിസ്, 3ാമത്തെ സ്റ്റേജിൽ there is an opportunity where we can dominate. നമുക്ക് ആധിപത്യം നേടാനായിട്ട് സാധിക്കും. സോ ആർക്കാണ് ഡോമിനേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ആദ്യം സർവൈവൽ സ്റ്റേജ് കടന്ന് പിന്നൊന്ന് സ്റ്റെബിലൈസ് ചെയ്ത് അത് കഴിഞ്ഞ് വേണം നമ്മൾ ഡോമിനേറ്റ് ചെയ്യാൻ. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത്, നമ്മൾ ശ്വാസം കിട്ടാത്ത സമയത്ത് നമ്മൾ ലോകം വെട്ടിപ്പിടിക്കാൻ പോയിട്ട് കാര്യമില്ല, അവസരങ്ങളുടെ പിന്നാലെ പോയിട്ട് കാര്യമില്ല. ആദ്യം വേണ്ടത് ജീവൻ നിലനിർത്തുക. 2, പഴയപടി കാര്യങ്ങളെ, പഴയപടി എന്ന് പറയുമ്പോൾ ഒന്ന് സ്റ്റേബിൾ ആക്കുക, സ്റ്റെബിലൈസ് ചെയ്യുക, ദെൻ നമുക്ക് ഡോമിനേറ്റ് ചെയ്യാം. അപ്പം ആദ്യത്തെ ഒരു 2 ആഴ്ച നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഒന്ന് എന്താ നടക്കുന്നേ എന്നറിയാനായിട്ട് നമുക്ക് 2 ആഴ്ച എടുത്തു. ഇപ്പൊ ഒന്ന് സ്റ്റേബിൾ ആക്കി എടുക്കാൻ നമുക്ക് 2 ആഴ്ച എടുക്കാം. ഓക്കെ, കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് നമ്മളൊന്ന് സ്റ്റേബിൾ ആകും. അത് കഴിഞ്ഞ് വി ക്യാൻ ഡോമിനേറ്റ്.
അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം, ഈ സമയം എന്ന് പറയുന്നത്, ഈ സമയത്തിന്റെ പേരാണ് പ്രിപ്പറേഷൻ. പ്രിപ്പറേഷൻ. നമ്മള് പ്രിപ്പയർഡ് ആയിക്കൊണ്ടിരിക്കേണ്ട, അല്ലെ പ്രിപ്പയർഡ് ആവേണ്ട സമയമാണ് ഇത്. എന്തിനു വേണ്ടി എന്നുള്ളതാണ് ചോദ്യം. ഏത് പ്രതിസന്ധിയും അതിങ്ങനെ ഇങ്ങനെ പോയിട്ട് അതൊരു തിരിച്ചൊരു കയറ്റമുണ്ട്. ആ തിരിച്ചു കയറുന്ന സമയത്താണ് നമുക്ക് ഇത് എടുക്കാൻ പറ്റുന്നത്, ഡോമിനേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ആ തിരിച്ചു കയറുന്ന ആ സമയത്തിനെ വിളിക്കുന്ന പേരാണ് ബൗൺസ് ബാക്ക്. ബൗൺസ് ബാക്ക്. യെസ്, ദിസ് ഈസ് ദ ടൈം ഫോർ us to get prepared to bounce back. ആ സർവൈവൽ സ്റ്റേജിൽ നിന്ന് ആ ഡോമിനേഷൻ സ്റ്റേജിലേക്ക് കുതിച്ചു ചാടാനുള്ള ആ വാർ ടൈം ബിസിനസ് സ്ട്രാറ്റജി ഫെബ്രുവരി 28 വരെയുള്ള നമ്മളോ നമ്മുടെ കമ്പനിയോ നമ്മുടെ മാർക്കറ്റോ നമ്മുടെ സ്ട്രാറ്റജിയോ അല്ല ഇനിയുള്ളത് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുക. എവറിത്തിങ് അറൗണ്ട് us has changed. എല്ലാം മാറി. ഇപ്പൊ നമുക്ക് ഒരു മാർക്കറ്റിൽ ഒരുപാട് ഏറ്റക്കുറച്ചിലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു ഡിമാൻഡ് അൺസർട്ടനിറ്റി ഉണ്ട്. നമുക്ക് ക്യാഷ് ഫ്ലോയുടെ പ്രഷർ വന്നിട്ടുണ്ട്. നമുക്ക് ജോബ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഒരു സപ്ലൈ ചെയിനിൽ ഭയങ്കരമായ ഡിസ്റപ്ഷൻസ് വന്നിട്ടുണ്ട്. ഇപ്പോ ഒരു ഫിയർ, ഒരു ഭയം, അതിൽ നിന്ന് ഡിസിഷൻ എടുക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്കൊക്കെ മാർക്കറ്റ് വന്നിട്ടുണ്ട്. സോ ഇപ്പോഴത്തെ ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് നോർമൽ. ദിസ് ഈസ് എ വാർ എക്കണോമിക്സ്. ആ നോർമൽ മാർക്കറ്റിൽ ഈവൻ ഒരു ആവറേജ് കമ്പനിക്ക് പോലും സർവൈവ് ചെയ്യാൻ പറ്റും. കാര്യങ്ങളൊക്കെ നന്നായി പോകുന്ന ഒരു മാർക്കറ്റിൽ, കാര്യങ്ങളൊന്നും കുഴപ്പമില്ലാതിരിക്കുന്ന ഒരു സമയത്ത് ഒരു ആവറേജ് ലീഡറിന് ഒരു ആവറേജ് കമ്പനി എങ്ങനെങ്കിലുമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ബട്ട് ഡ്യൂറിങ് ക്രൈസിസ് only strong leaders and strong systematic companies can survive. So this is a real test of your previous preparation. കഴിഞ്ഞ കാലങ്ങളിൽ, കഴിഞ്ഞ മാസങ്ങളിൽ നിങ്ങൾ എത്രത്തോളം പ്രിപ്പയർഡ് ആയിരുന്നു എന്നതിന്റെ ടെസ്റ്റാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അന്ന് നിങ്ങൾ പ്രിപ്പയർഡ് അല്ല എങ്കിൽ ഇത് നിങ്ങളെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ഇത് നിങ്ങളെ ഭയങ്കരമായിട്ട് കുഴപ്പത്തിലേക്ക് എത്തിക്കും. ചിലപ്പോൾ ഇത് കംപ്ലീറ്റ്ലി കൊളാപ്സ്ഡ് ആവും. അതിന്റെ റീസൺ ഇന്ന് നിങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതല്ല, ഇന്നലകളിൽ നിങ്ങൾ പ്രിപ്പയർഡ് അല്ലായിരുന്നു എന്നുള്ളതാണ്. ആ പ്രിപ്പയർ ചെയ്യേണ്ട സമയത്ത് ഇതൊക്കെ എന്നും ഇങ്ങനെ ആയിരിക്കും എന്ന ഓവർ കോൺഫിഡൻസ് നിങ്ങളെയും ബാധിച്ചു. കിങ്സ് ക്ലബിൽ ഒരു കാര്യം എനിക്ക് സന്തോഷമുള്ളത്, അത് കിങ്സ് ക്ലബിലായിക്കോട്ടെ, കിങ് മേക്കേഴ്സിലായിക്കോട്ടെ, കഴിഞ്ഞ ഒരു 2-2.5 വർഷമായിട്ട് നമ്മൾ ഈ ദിവസങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർഡ് ആയിരുന്നു. കറക്റ്റ്? നിങ്ങൾക്കറിയാമായിരുന്നു, എവിടെയോ ഉള്ളിന്റെ ഉള്ളിൽ നമുക്കൊരു ചിന്ത ഉണ്ടായിരുന്നു, അടുത്തത് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം എന്നെപ്പോഴും നമുക്കുണ്ടായിരുന്നു. സോ ഒരു ആവറേജ് ബിസിനസ്സുകാരന് കാര്യങ്ങൾ സ്മൂത്തായി നടക്കുന്ന സമയത്ത് കുഴപ്പമില്ലാതെ കാര്യങ്ങളെ കൊണ്ടുപോകാൻ പറ്റും. ബട്ട് വെൻ ദർ ഈസ് വാർ, ഓൺലി ലീഡേഴ്സ് സർവൈവ്. സോ നമ്മൾ എന്ന ലീഡറിന്റെ റിയൽ ടെസ്റ്റും കൂടെ നടക്കുന്ന സമയമാണ് ഈ വാർ ടൈം. സോ ലെറ്റ്സ് സർവൈവ്, സ്റ്റെബിലൈസ് ആൻഡ് ഡോമിനേറ്റ്. ആദ്യം സർവൈവ് ചെയ്യാം, പിന്നെ സ്റ്റെബിലൈസ് ചെയ്യാം, പിന്നെ ഡോമിനേറ്റ് ചെയ്യാം. റെഡി? സോ നോമ്പൊക്കെ കഴിഞ്ഞു, ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ലെറ്റ്സ് ബൗൺസ് ബാക്ക്. ലെറ്റ്സ് ബൗൺസ് ബാക്ക്. ഒരാഘോഷവും ഒരാചാരവും പണിയെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗമല്ല എന്നാദ്യം മനസ്സിലാക്കുക. ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാതിരിക്കാനുള്ള ഒരു മാർഗമായി ദയവ് ചെയ്ത് ആചാരങ്ങളെയും ആഘോഷങ്ങളെയും കാണാതിരിക്കുക. ചിലരുണ്ട്, ഉത്സവം വന്നു കഴിഞ്ഞാൽ, നോമ്പ് വന്നു കഴിഞ്ഞാൽ, പെരുന്നാൾ വന്നു കഴിഞ്ഞാൽ പിന്നെ സ്വന്തം കർത്തവ്യത്തിലേക്ക് ശ്രദ്ധിക്കാതെ അതിനെ വേറൊരു ബേസിസിൽ കണ്ടുകൊണ്ട് കാര്യങ്ങൾ ചെയ്തു പോകുന്നതാണ്.
ഒരു ബിസിനസ്സുകാരന്റെ സെലിബ്രേഷൻ സ്പാൻ എപ്പോഴും ചുരുങ്ങിയതായിരിക്കണം. കാരണം നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ബിസിനസിന്റെ അകത്ത് തന്നെയുണ്ട്. അതിന്റെ അകത്ത് കണ്ടെത്താൻ പറ്റണം. അതിന് പുറത്ത് സന്തോഷം കണ്ടെത്തുന്നവരാണ് ഈ ആഘോഷങ്ങൾ വരുമ്പോൾ മതിമറന്ന് ദിവസങ്ങൾ അതിന്റെ പിന്നാലെ പോകുന്നത്. നമ്മുടെ സെലിബ്രേഷൻ സ്പാൻ എപ്പോഴും ചുരുങ്ങിയതായിരിക്കണം, പ്രത്യേകിച്ച് ഇതുപോലുള്ള സമയത്ത്. ഭയം തോന്നുന്നത് അത് നാച്ചുറലാണ്. ആർക്കും സ്വാഭാവികമായിട്ടും ഭയം തോന്നും. പക്ഷെ പാനിക് ആകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ നമ്മൾക്ക് പറ്റും. എപ്പോഴാണ് ഒരാൾ പാനിക് ആവുന്നത്? വെൻ യു ആർ അൺട്രെയിൻഡ്. അൺട്രെയിൻഡ് ലീഡർഷിപ്പ് ഉള്ള കമ്പനികളാണ് പാനിക് ആകുന്നത് ഡ്യൂറിങ് ടഫ് സിറ്റുവേഷൻ. എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്നത് അപ്പോഴാണ്. അൺട്രെയിൻഡ് ആയിട്ടുള്ള അൺപ്രിപ്പയർഡ് ആയിട്ടുള്ള ലീഡർഷിപ്പാണ് പാനിക് ആവുന്നത്. ഭയം തോന്നുന്നത് അത് ആർക്കും തോന്നാം. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് നാച്ചുറൽ. ഭയം ഈസ് നാച്ചുറൽ. ബട്ട് പാനിക്, ഇറ്റ്സ് അൺപ്രിപ്പയർഡ് ഓർ അൺട്രെയിൻഡ് ലീഡർഷിപ്പ്. സോ നമ്മൾ പഠിച്ചു കോവിഡിന് മുന്നേ നമ്മൾ എന്തായിരുന്നു, കോവിഡിന് ശേഷം അല്ലെങ്കിൽ ആ കോവിഡ് സമയത്ത് എന്താണ് എന്ന് പറഞ്ഞ പോലെ ഈ വാർ ടൈമിൽ നമ്മൾ യു ഹാവ് ടു ഷിഫ്റ്റ് യുവർ ഐഡന്റിറ്റി. ഒരു ബിസിനസ് ഓണർ എന്ന ഐഡന്റിറ്റിയിൽ നിന്ന് ഒരു കമാൻഡർ എന്ന ഐഡന്റിറ്റിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. ബിസിനസ് ഓണർ ടു കമാൻഡർ. ഒരു കമാൻഡറായി മാറുന്ന സമയത്ത് നമ്മൾക്ക് certain പ്രിൻസിപ്പിൾസ് വേണം. ഇപ്പൊ നമുക്കറിയാം എന്താണ് പ്രിൻസിപ്പിൾസ്. ഓക്കെ, ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ, നമ്മളുടെ തിങ്കിങ്ങിന് മുന്നേ വരുന്നതാണ് പ്രിൻസിപ്പിൾസ്. ഓർമ്മയുണ്ടല്ലോ, സ്ട്രാറ്റജിക് തിങ്കിങ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പ്രിൻസിപ്പിൾസ്. അപ്പോൾ ഒരു കമാൻഡർ ഒരു കമാൻഡോ ഓപ്പറേഷന് പോകുന്നതിന് മുന്നേ അതിനു വേണ്ടിയിട്ട് പടച്ചട്ട എടുത്ത് അണിയുന്ന സമയത്ത് ഈ ബൗൺസ് ബാക്ക് ചെയ്യണം എങ്കിൽ he should follow certain principles. അങ്ങനെയുള്ള കുറച്ച് പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരു ബുക്കാണ് ദ ആർട്ട് ഓഫ് വാർ.